എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോൺ മെറ്റൽസ് അലോഹങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഹൈഡ്രജനെ കുറിച്ചും അതുപോലെ തന്നെ കാർബൺ, നൈട്രജനും ഒക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഓക്സിജനും അതുപോലെ തന്നെ ക്ലോറിനുമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നോൺ മെറ്റലാണ് ഏതാണ്? ഓക്സിജൻ അല്ലേ. അപ്പോൾ ഓക്സിജൻ നമുക്കറിയാം ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ എർത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഓക്സിജൻ നമുക്കെല്ലാം അത്യാവശ്യമാണല്ലേ, ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം എന്ത് വേണം? ഓക്സിജൻ അത്യാവശ്യമാണ് അല്ലേ. അതുപോലെ തന്നെ വാട്ടർ, ജലം, അതുപോലെ തന്നെ എന്താണ് ജീവജാലങ്ങൾ എന്നിവയ്ക്കെല്ലാം എന്താണ് ഓക്സിജൻ അത്യാവശ്യമാണല്ലോ. എല്ലായിടത്തും സ്വതന്ത്രാവസ്ഥയിലോ അല്ലെങ്കിൽ എന്താണ് സംയുക്താവസ്ഥയിലോ ഒക്കെ ഓക്സിജൻ അവിടെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കാം. ഓക്സിജൻ ഈസ് എ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. Oxygen, which is known as the breath of life, is a gas which is inevitable for the existence of life. Oxygen is found in free or combined state in atmospheric air, water, minerals and living organisms. അറിയാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് എന്ത്? ഓക്സിജൻ. കേട്ടോ, പഠിക്കുക കേട്ടോ. ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ വാതകമാണ് എന്ത്? പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജന്. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ എങ്ങനെയൊക്കെ കാണപ്പെടുന്നു? ഒന്നുകിൽ ഫ്രീ സ്റ്റേറ്റ്, അതായത് സ്വതന്ത്രാവസ്ഥയിലോ അല്ലെങ്കിൽ എന്താണ് സംയുക്താവസ്ഥയിലോ കമ്പൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിലോ ഓക്സിജൻ കാണപ്പെടുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഓക്സിജനാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ഓക്സിജൻ എങ്ങനെയാണ് നമുക്ക് ലബോറട്ടറിയിൽ അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഒരു അപ്പാരറ്റസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബിൽ എന്താണ് എടുത്തിരിക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിലേക്ക് KMnO4 ഇട്ടിട്ടുണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു. മനസ്സിലായല്ലോ. അപ്പം ഈ രാസപ്രവർത്തനത്തിൻ്റെ റിയാക്റ്റൻ്റ് ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇട്ടത്, വേറെ ഒന്നും ചെയ്തില്ല. ആദ്യമേ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു. അപ്പോൾ അവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തന്നെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതായത് KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ നോക്കുക, ഈ ട്യൂബിനെ നമ്മൾ ചൂടാക്കുക, ഹീറ്റ് ചെയ്യുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ആ ബോയിലിംഗ് ട്യൂബ് നമ്മൾ ചൂടാക്കുക. എന്നിട്ട് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു മാച്ച് സ്റ്റിക്സ് അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി, കത്തിയ ഒരു തീപ്പെട്ടിക്കൊള്ളി നമ്മൾ അതിൻ്റെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പെട്ടെന്ന് ഈ കത്തിയിരിക്കുമല്ലോ തീപ്പെട്ടിക്കൊള്ളി, അത് പെട്ടെന്നൊരു ആളിക്കത്തുന്നത് കാണാൻ സാധിക്കും. ഒരു ഫ്ലെയേഴ്സ് അപ്പ് പോലെ, അതായത് ആളിക്കത്തുക അല്ലെങ്കിൽ എന്താണ് നല്ലോണം പൊട്ടിത്തെറിച്ച് കത്തുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ നിരീക്ഷണം എന്താണ്? അതായത് ഗ്ലോയിങ് മാക്സ്റ്റിക് ഇവിടെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് എന്ത് സംഭവിക്കും? അത് ഫ്ലെയേഴ്സ് അപ്പ് എന്ന് പറയാം ഇല്ലേ. അത് ഫ്ലെയേഴ്സ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആളിക്കത്തുക അല്ലെങ്കിൽ എന്താ പൊട്ടിത്തെറിച്ച് കത്തുന്ന പോലെയൊക്കെ തോന്നും. ആളിക്കത്തുക എന്നൊക്കെ പറയാം കേട്ടോ. ആളിക്കത്തുക. മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം കത്താൻ സഹായിക്കുന്ന എന്താണ് അവിടെ ഉണ്ടായത്? ഓക്സിജനാണ് അവിടെ ഉണ്ടായത് അല്ലേ. KMnO4 എടുത്തു, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നുണ്ട് ഇക്വേഷൻ. നോക്കുക, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു, അതിനെ ഹീറ്റ് ചെയ്തു, ചൂടാക്കിയപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? K2MnO4 ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് കേട്ടോ. ഇത് പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയും കേട്ടോ. പൊട്ടാസ്യം മാംഗനേറ്റ് ആണിത്. പിന്നെ MnO2 അതാണ് മാംഗനീസ് ഡയോക്സൈഡ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. MnO2 എന്ന് പറഞ്ഞിരിക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ്. പിന്നെന്താണ് അവിടെ ഉണ്ടായത്? ഓക്സിജനും അവിടെ ഉണ്ടായി. ഓക്സിജൻ വാതകം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ കത്തിയ തീപ്പെട്ടിക്കൊള്ളി എന്താണ് ഒന്നുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് ആളി കത്തുന്നതിൻ്റെ കാരണം. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ഓക്സിജൻ പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു, അതിനെ ചൂടാക്കി. അപ്പോൾ ചൂടാക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? പൊട്ടാസ്യം മാംഗനേറ്റും ഉണ്ട്, പിന്നെന്തുണ്ട്? മാംഗനീസ് ഡയോക്സൈഡും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ഓക്സിജൻ അവിടെ ഉണ്ടായി എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു കത്തി, ഒരു മാച്ച് സ്റ്റിക്സ് കൊണ്ടുവന്ന് പിടിച്ചു കഴിയുമ്പോൾ എന്താണ് അതൊന്നുകൂടെ ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉണ്ടായ വാതകം ഏതാണ്? ഓക്സിജനാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് വ്യാവസായികമായിട്ട് കൂടുതൽ, അതായത് ഓക്സിജൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അതായത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ജലത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓക്സിജൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വഴിയാണ് ഓക്സിജൻ മാനുഫാക്ചർ ചെയ്യുന്നത്. വ്യാവസായികമായ ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് കേട്ടോ. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഓക്സിജൻ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നത്.
ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു, കുറച്ച് എമൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം, അതായത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വഴിയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത് വ്യാവസായികമായിട്ട്. കേട്ടോ, അതൊക്കെ പഠിച്ചു വെക്കോട്ടെ, 1 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് ഈ ഓക്സിജൻ്റെ ഭൗതിക ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്സിജൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം. നിറമുണ്ടോ ഓക്സിജന്? നിറമില്ല. ഓക്സിജന് നിറമില്ല, പ്രത്യേകിച്ച് കളറൊന്നുമില്ല. പിന്നെന്താണ്? ഗന്ധമുണ്ടോ ഓക്സിജന്? ഓർഡർ ഉണ്ടോ? ഇല്ല, ഗന്ധവുമില്ല. ഇനി ജലത്തിലെ ലയത്വം ഓക്സിജൻ എങ്ങനെയാണ്? ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നുണ്ട്. സോലുബിൾ ആണല്ലേ, ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നുണ്ട്. ഇനി എന്താണ്? നേച്ചർ ഓഫ് കമ്പസ്റ്റൻ, ജ്വലന സ്വഭാവം. ഓക്സിജൻ എങ്ങനെയാണ്? കത്താൻ സഹായിക്കുന്നതല്ല ഓക്സിജൻ. ഓക്സിജൻ ഹെൽപ്സ് ടു ബേൺ. ഓക്സിജനോടെ കത്താൻ സഹായിക്കുന്നതാണ്, ജലത്തിൽ ലയിക്കുന്നതാണ്. ഓർഡർ, ഗന്ധമില്ല, അതുപോലെ തന്നെ കളറും ഇല്ല. ക്ലിയർ ആയല്ലോ? ഇതാണ് ഓക്സിജൻ്റെ ഭൗതിക ഗുണങ്ങൾ കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കുന്നത് ഓക്സിജൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഓക്സിജൻ്റെ പ്രധാന രാസഗുണങ്ങൾ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നോക്കുന്നത്. ഓക്സിജൻ ശരിക്കും പറഞ്ഞാൽ മെറ്റൽസും അതുപോലെ നോൺ മെറ്റൽസും ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട ഒരു രാസഗുണമാണ് കേട്ടോ. ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്സ്. ഓക്സിജൻ എങ്ങനെയാണ്? ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കോട്ടോ, ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നുണ്ട്? ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടിയാണ്, അതായത് രാസഗുണമാണ്. ഇനി അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ കാർബണുമായിട്ടും ഹൈഡ്രജനുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ കാർബണുമായിട്ടും ഹൈഡ്രജനുമായിട്ടും, നോൺ മെറ്റലാണ്. ഓക്സിജൻ ഒരു നോൺ മെറ്റലാണ്. കാർബണും ഹൈഡ്രജൻ എന്നും പറഞ്ഞിരിക്കുന്നത് നോൺ മെറ്റലാണ്. അപ്പോൾ ഈ ഓക്സിജൻ കാർബണും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഓക്സിജൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാകുന്നത്? വാട്ടർ, H2O, വാട്ടറാണ് അവിടെ ഉണ്ടാകുന്നത്. ജലമാണ് ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് ഉണ്ടാകുന്നത്. മനസ്സിലോ? അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട രാസഗുണങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്സ്. ഓക്സിജൻ ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. പിന്നെന്താണ്? ഓക്സിജൻ റിയാക്ട് വിത്ത് നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലായല്ലോ? ഇതൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രധാന രാസഗുണം പറയുന്നുണ്ട്. ഓക്സിജൻ എന്താണ്? ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ മെറ്റൽസുകളൊക്കെ ഉള്ളത്, നമ്മൾ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ മെറ്റൽസ് ഉള്ള വസ്തുക്കളൊക്കെ എന്താണ്, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടും. അതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കാണുന്ന മെറ്റൽസ് ഒക്കെ ഉണ്ട്, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ തിളക്കം നഷ്ടപ്പെടും. അതിന് കാരണം എന്താണ്? ഈ മെറ്റൽ എന്താണ്, അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ, അതെന്താണ്? നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സൈഡുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഓക്സിജൻ ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ ഒന്നുകൊണ്ടാണ് അതിൻ്റെ തിളക്കം അവിടെ നഷ്ടപ്പെടുന്നത് കേട്ടോ. അത് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാവിൻ യു നോട്ടീസ് ദാറ്റ് സം മെറ്റൽസ് ലോസ് ലസ്റ്റർ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഡ്യൂ ടു ദ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ? റൈറ്റ് ദ റീസൺ. എന്താണ്? വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഇതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതാ നോക്കുക. ഓക്സിജൻ റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്സ്. ഡ്യൂ ടു ദിസ് മെറ്റൽസ് ലോസ് ലെസ്റ്റർ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുമൂലം ലോഹങ്ങൾക്ക് കാലക്രമേണ എന്താണ്? തിളക്കം നഷ്ടപ്പെടുന്നു. മനസ്സിലായല്ലോ? ഒരു രാസഗുണത്തിൽ വരുന്നതാണ്, ഇല്ല ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. മനസ്സിലാക്കുക കേട്ടോ, പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഓക്സിജൻ ഉപയോഗങ്ങൾ. ഈ ഓക്സിജൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം എന്തിനു വേണ്ടിയാണ്? ഹെൽപ്സ് കമ്പസ്റ്റൻ, ജ്വലന ജ്വലനത്തിന് സഹായിക്കുന്നതാണ് ഓക്സിജൻ. അടുത്ത എന്താണ്? ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ്സ് ഫ്യൂവൽസ്. റോക്കറ്റിൽ ഫ്യൂവൽസ് ഉണ്ടല്ലോ, അതിൽ ഓക്സീകാരിയായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്?
ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വസനത്തിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഇല്ലെന്നാണ്. കാർബജൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത്, അതായത് കൃത്രിമ ശ്വസനത്തിന് വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ്, ഓക്സി അസെറ്റിലെയിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിങ്. ഓക്സി അസെറ്റിലെയിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. വെൽഡിങ് ചെയ്യാനേ, വെൽഡ് ചെയ്യുന്ന അറിയാലോ. അപ്പോൾ വെൽഡിങ്ങിന് വേണ്ടി ഈ ഓക്സി അസെറ്റിലിൻ്റെ ജ്വാല അല്ലെങ്കിൽ ഫ്ലെയിം ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓക്സിജൻ്റെ യൂസസുകൾ. ക്ലിയർ ആയല്ലോ. നമ്മൾ പഠിച്ചു ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞു. ഓക്സിജൻ എങ്ങനെയാണ് ലബോറട്ടറി നിർമ്മിക്കുന്നത്? KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ അല്ലേ, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുക അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വ്യാവസായികമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രോളിസിസ് വഴി, വൈദ്യുത വിശ്ലേഷണം വഴിയാണ് കൂടുതലായിട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്നത്. ഓക്സിജൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു, ഭൗതിക ഗുണങ്ങൾ കണ്ടു. നിറമില്ല, മണമില്ല, ലയിക്കുന്നുണ്ട്, അതുപോലെ എന്താണ്, കത്താൻ സഹായിക്കുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്താണ്, രാസഗുണങ്ങൾ പറഞ്ഞു. മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ല. പിന്നെ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. ക്ലിയർ ആയല്ലോ ഓക്സിജനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസോണിനെ കുറിച്ചാണ്. ഓസോൺ, O3 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓസോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ, നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയാറ്റോമിക് ആണ് അല്ലേ. O2 ഓക്സിജൻ ഡയാറ്റോമിക് ആണ്. പക്ഷെ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഓസോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഡയാറ്റോമിക് മോളിക്കൂളാണെന്ന് നമുക്കറിയാം. ഡയാറ്റോമിക് തന്മാത്രയാണ് ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നവയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓസോൺ എന്ന് പറഞ്ഞിരുന്നു. O3 ഓസോൺ. ഈ ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിന് ഓരോരോ ലെയേഴ്സുകൾ ഉണ്ടല്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ ഓരോരോ ലെയേഴ്സുകളുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ലെയേഴ്സിൽ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൽ കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടല്ലോ, ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയർ ആണ്. ഭൂമിയുടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. ദെൻ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് കണ്ടോ. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓർത്തണം കേട്ടോ. ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ്മോസ്ഫിയറിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ഓസോൺ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്? നമുക്കറിയാം സണ്ണിൽ നിന്നൊക്കെ ഒരുപാട് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്, എർത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും എനർജി കൂടിയ റേഡിയേഷനാണ് UV റേസ് എന്ന് പറയുന്നത്, അൾട്രാ വയലറ്റ് റേസ്. നമുക്ക് കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാ റേസ്, ഗാമ റേസ്, അങ്ങനെ കുറേ റേസുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും എനർജി കൂടിയത് കേട്ടോ, എനർജി കൂടിയ റേസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ അൾട്രാ വയലറ്റ് റേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല. അപ്പൊ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ എന്താണ്? ഓക്സിജൻ ഉണ്ടല്ലേ. അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ, ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്താണ്? ഈ UV റേസിനെ കേട്ടോ, UV റേസിനെ അബ്സോർവ് ചെയ്യും, അതായത് ആഗിരണം ചെയ്യും. ആഗിരണം ചെയ്തിട്ട് ഈ ഓക്സിജൻ അവിടെ വിഘടിക്കും. ഓക്സിജൻ വിഘടിച്ചിട്ട് എന്താണ്? ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്സിജൻ വിഘടിച്ചിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഈ ഓക്സിജൻ ആറ്റം പിന്നീട് വീണ്ടും എന്താണ്? ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ചിട്ട്, ഈ ഓക്സിജൻ വിഘടിച്ചിട്ടുണ്ടല്ലോ, ഈ വിഘടിച്ച ഓക്സിജൻ ആറ്റങ്ങൾ പിന്നെ എന്താണ്? ഓക്സിജൻ തന്മാത്രകളുമായിട്ട് എന്താണ്? സംയോജിക്കും. ഓക്സിജൻ തന്മാത്രകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സംയോജിച്ചിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഓസോൺ അല്ലേ, ഓസോൺ തന്മാത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എനർജി കൂടിയ UV റേസിനെ അബ്സോർവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? അത് വിഘടിക്കും. മനസ്സിലായോ പറഞ്ഞത്? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എനർജി കൂടിയ UV റേസിനെ അബ്സോർവ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറുന്നുണ്ട്. ആ ഓക്സിജൻ ആറ്റം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ മോളിക്കൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഓസോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഓസോൺ പിന്നെ എന്ത് ചെയ്യും? ഈ ഓസോൺ പിന്നെ എനർജി കുറഞ്ഞ എനർജി കുറഞ്ഞ UV റേസിനെ ആഗിരണം ചെയ്തിട്ട് പിന്നീട് വീണ്ടും അതായിട്ട് ഓക്സിജനായിട്ട് മാറും. ഈ O3 ഉണ്ടല്ലോ, O3 എനർജി കുറഞ്ഞ, ഈ O3 എന്ന് പറഞ്ഞു, അതായത് ഓസോൺ എന്ന് വെച്ചാൽ എനർജി കുറഞ്ഞ UV റേസിനെ അബ്സോർവ് ചെയ്യും അല്ലെങ്കിൽ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനായിട്ട് മാറും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് O2 UV റേസിനെ അബ്സോർവ് ചെയ്തിട്ട് O3 ആയിട്ട് മാറും.
മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കും. പിന്നെ എന്ത് സംഭവിക്കും, ഇവിടെ O3 ആയിട്ട് മാറും. പിന്നെ ഈ O3 എന്നാണ്, ഇത് എനർജി കൂടിയതിന് അബ്സോർവ് ചെയ്യും. ഈ O3 പിന്നെ ഇങ്ങോട്ട് എന്തൊരു O3 എനർജി കുറഞ്ഞ UV റേസിന് അബ്സോർവ് ചെയ്തിട്ട് ഓക്സിജനായിട്ട് മാറുവാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടക്കുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നടക്കുവാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് അവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കും. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് വരുന്ന UV റേസ് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നില്ല. മനസ്സിലായല്ലോ പറഞ്ഞു. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന UV റേസിന് ഓക്സിജൻ അബ്സോർവ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ഓക്സിജൻ ആറ്റം ഓക്സിജൻ മോളിക്കൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓസോണായിട്ട് മാറുന്നുണ്ട്. ഈ ഓസോൺ പിന്നെ എന്താണ് എനർജി കുറഞ്ഞ UV റേസിനെ അബ്സോർവ് ചെയ്തിട്ട് ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം സണ്ണിൽ നിന്ന് വരുന്ന UV റേസിനെ എന്താണ് ഈ ഓക്സിജൻ അവിടെ കൺവേർട്ട് ചെയ്ത് ഓസോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അബ്സോർവ് ചെയ്തിട്ട്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള UV റേസ് ഇങ്ങോട്ട് വരുന്നില്ല, ഭൂമിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓസോണിനെ നമ്മളൊരു ഗ്രീൻ ഹൗസ് എന്ന് പറയാം കേട്ടോ. ഗ്രീൻ ഹൗസ് വാതകം എന്നൊക്കെ പറയാം കേട്ടോ. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. എന്താണ് ഒരു കുട പോലെ ഇങ്ങനെ ഭൂമിയിലിങ്ങനെ ഇരിക്കുകയാണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം UV റേസ് അധികമായിട്ട് വരാതെ കേട്ടോ ഒരു കുട പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് ഈ ഓസോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഈ പ്രോസസ്സ് മനസ്സിലായല്ലോ? അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കുക. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ അബ്സോർബ്സ് UV radiation having high energy and decompose into oxygen atom. The oxygen atom thus formed combine with oxygen molecules to form ozone molecules. നോക്കുക, അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ച് ഓസോൺ തന്മാത്രകളായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കുക, ഓസോൺ അബ്സോർബ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിംഗ് ലോ എനർജി ടു ഫോം ഓക്സിജൻ അഗെയിൻ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സൈക്ലിക് പ്രോസസ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ റിമൈൻസ് കോൺസ്റ്റന്റ്. The energy for these processes is obtained from the ultraviolet radiation from the sun. So such harmful radiation does not reach the earth excessively. Ozone is a greenhouse gas. ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായിട്ട് മാറുന്നു. ഈ ചാക്രിക പ്രവർത്തനത്തിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായ ഇത്തരം വികിരണങ്ങൾ അമിതമായി ഭൂമിയിലെത്തുന്നില്ല. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകം. ക്ലിയറല്ല? അപ്പോൾ ഓസോൺ നമുക്ക് എന്താണ് ഒരു കവചമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഓസോൺ പാളി ഇല്ലേ, ഓസോൺ ലെയർ എന്ന് പറഞ്ഞില്ല, ആ ഓസോൺ ലെയർക്ക് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായേ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്നൊക്കെ പറയും, വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതായത് CFC എന്ന് പറയും. CFC എന്ന് പറഞ്ഞാൽ ക്ലോറിന് ഫ്ലൂറിന് കാർബൺ. CFC ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ, ഇത് മൂന്നും കൂടെ ചേർന്നാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് എന്തിൻ്റെ ഓസോൺ പാളിയുടെ ഡിപ്ലീഷൻ്റെ പ്രധാന കാരണം. ഈ CFC എവിടുന്നാണ് പുറന്തള്ളുന്നതെന്ന് അറിയോ? നമ്മുടെ ഫ്രിഡ്ജ് AC ഒക്കെ ഇല്ലേ, അപ്പോൾ ഇതൊക്കെ കേടായ ഫ്രിഡ്ജ് AC ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നും ഈ CFC വാതകം പുറന്തള്ളും ഇല്ല. CFC വാതകം പുറത്തോട്ട് പോകുന്നുണ്ട്. അത് സ്ട്രാറ്റോസ്ഫിയറിൽ എന്നിട്ട് ഓസോണിൻ്റെ ലെയറിൽ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC ആണ് കേട്ടോ. നോക്കുക, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ കേട്ടോ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജൻ ആക്കി മാറ്റുന്നു. ഇത് ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോണിലുണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറയ്ക്കുമല്ലോ. ക്ലിയർ ആയി പറഞ്ഞു. അപ്പോൾ CFC എന്ന് പറഞ്ഞാൽ ക്ലോറിനും ഫ്ലൂറിനും എന്താണ് കാർബണും കൂടെ ചേർന്നാണ് CFC എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ റെഫ്രിജറേറ്റർ AC അതൊക്കെ അതിൽ നിന്നൊക്കെയാണ് ഇത് പുറന്തള്ളുന്നത്. ഇതെങ്ങോട്ട് പോകുന്നുണ്ട്? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കും? CFC അല്ലേ ക്ലോറിനും ഫ്ലൂറിനും കാർബണുമാണ്. അതവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് അത് വിഘടിക്കും. മനസ്സിലായോ? സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് വിഘടിച്ചിട്ട് ക്ലോറിൻ അവിടെ സെപ്പറേറ്റ് ആവും കേട്ടോ. ക്ലോറിൻ അവിടെ സെപ്പറേറ്റ് ആകുന്നുണ്ട്, വിഘടിച്ച് ക്ലോറിൻ അവിടെ സെപ്പറേറ്റ് ആവും. ആ ക്ലോറിൻ എന്താണ് ഓസോണിനെ എന്താണ് ഓക്സിജൻ ആക്കി മാറ്റും.
ഓസോൺ ഉണ്ടോ, ഓസോണിനെ ഓക്സിജൻ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു സംഭവം ചെല്ലുമല്ലേ, ക്ലോറിൻ എക്സ്ട്രാ വരുവാണ് ചെയ്യുന്നത്. നോർമലി ഓസോണും ഓക്സിജനും കൂടെ ചേർന്ന് ഒരു സൈക്ലിക് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്, അതിൻ്റെ ഇടയിലേക്ക് ക്ലോറിൻ ഇടിച്ച് ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു സൈക്കിളിൽ അവിടെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എന്താണ് ചേഞ്ച് ഉണ്ടാകുന്ന പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ആ ലെയറിന് അവിടെ ഒരു ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ശോഷണം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശോഷണം സംഭവിച്ചാൽ എന്താ പറ്റുന്നത്, അൾട്രാവയലറ്റ് റേസസ് ആണ്. അൾട്രാവയലറ്റ് റേസ് എല്ലാം ഭൂമിയിലേക്ക് നല്ല രീതിയിൽ വന്നു വരും. അതാണ് അത് വളരെയധികം ദോഷം ചെയ്യും, അപകടകരമാണ്. ക്ലിയർ ആയല്ലോ, അതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പോൾ ഈ ഓസോൺ ലെയറിൻ്റെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര ഓസോൺ ദിനം ഒക്കെ ആചരിക്കുന്നുണ്ട് കേട്ടോ. സെപ്റ്റംബർ 16 കേട്ടോ, സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. അതായത് ഓസോൺ ലെയറിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഓസോൺ ഡേ ആചരിക്കുന്നുണ്ട് സെപ്റ്റംബർ 16. അതിനുവേണ്ടി എന്താണ് ഇങ്ങനെയുള്ള CFC അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ കലരാതിരിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന AC-യും റെഫ്രിജറേറ്ററിലൊക്കെ CFCയുടെ എമൗണ്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് മലിനീകരണം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. CFC ഒക്കെയുള്ള കൂടുതലൊക്കെ സംഭവങ്ങൾ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഓസോൺ ഓക്സിജൻ ആ ഒരു സൈക്ലിക് പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്ലോറിൻ ഇതിനെ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് ഓസോണിന് ഡിപ്ലീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോണിനെ കുറിച്ച്. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച് അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ ശോഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു നോൺ മെറ്റലാണ്. ഇതാണ് ക്ലോറിൻ കേട്ടോ. ക്ലോറിൻ ആണ് അടുത്ത നോൺ മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലോറിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ, നമ്മൾ ബ്ലീച്ചിങ് പൗഡറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലോറിൻ എന്ന് പറഞ്ഞിരുന്നത്. ക്ലോറിൻ ഒരു വല്ലാത്തൊരു സ്മെല്ലാണുള്ളത് കേട്ടോ. നമുക്ക് മൂക്കിലേക്കൊരു തുളച്ച് കയറുന്ന ഒരു സ്മെല്ലാണ് ക്ലോറിനുള്ളത് കേട്ടോ. അപ്പം അതാ നോക്കുക, സ്മെൽ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് ഫെമിലിയർ ടു യു. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധം സുപരിചിതം നല്ല അറിയാമായിരിക്കുമല്ലോ. ഒരു വെളുത്ത പൗഡറാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കിണറിലൊക്കെ ഇടാറുണ്ട്, വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയൊക്കെ കിണറിലൊക്കെ ഇടാറുണ്ട് ബ്ലീച്ചിങ് പൗഡർ കേട്ടോ. അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചൻ സ്മെല്ലാണ്, അതായത് രൂക്ഷഗന്ധമുള്ളൊരു സ്മെല്ലാണ് ഈ ക്ലോറിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ ഇൻ ബ്ലീച്ചിങ് പൗഡർ ഈസ് എ റീസൺ ഫോർ ദ സ്മെല്ല്. അതായത് ബ്ലീച്ചിങ് പൗഡറിൽ എന്തുണ്ട്, ക്ലോറിൻ ഉണ്ട് കേട്ടോ. ക്ലോറിൻ ഉണ്ട്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്നാണ് കേട്ടോ, CaOCl2 കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ. അതിലെന്താണ്, ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിനാണ് ആ സ്മെല്ല് വരാനുള്ള കാരണം കേട്ടോ. ക്ലോറിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണ് കേട്ടോ. ക്ലോറിന് ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ക്ലോറിന് ക്രിയാശീലം കൂടുതലായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. അപ്പം ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലിന് കാരണം എന്താണ്, പ്രസൻസ് ഓഫ് ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ് കേട്ടോ. അപ്പോൾ ആ ക്ലോറിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ആ സ്മെല്ല് അവിടെ വരാൻ കാരണം. ഇനി ക്ലോറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ് ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും? 287 അല്ലേ, 287 വരും. മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 35 ആണ് മാസ് നമ്പർ വരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 17 വരും. നമ്പർ ഓഫ് ന്യൂട്രോൺസോ 35 മൈനസ് 17, അതായത് 18 വരും അല്ലേ. ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 35 മൈനസ് 17 ഇല്ലേ, അതായത് മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. സംയോജകത അല്ലെങ്കിൽ വാലൻസി എത്രയാണ് ഇവിടെ? വാലൻസി 1 ആണ് വാലൻസി വരുന്നത്. നെയിം ഓഫ് ദി എലമെന്റ് ഫാമിലി, ഏത് ഫാമിലിയാണ് വരുന്നത്? മൂലകുടുംബത്തിൻ്റെ പേര് ഏതാണ്? ഹാലോജൻ ഫാമിലിയിൽ വരുന്നതാണ് കേട്ടോ. ഹാലോജൻ ഫാമിലിയിൽ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ഇനി ഈ ക്ലോറിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ്റെ നിർമ്മാണം. ഒരു അപ്പാരറ്റസ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട്? ഒരു ഫ്ലാസ്ക് ഉണ്ട് അല്ലേ, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്ന് നോക്കിയേ. KMnO4 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl. KMnO4 എന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ തന്നെ എന്താണ് കോൺസെൻട്രേറ്റഡ് HCl ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ക്ലോറിൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്? വിച്ച് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഇൻ ലബോറട്ടറി? എന്തൊക്കെ വേണം? KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെന്താണ്
കോൺസെൻട്രേറ്റഡ് അല്ലേ, കോൺസെൻട്രേറ്റഡ് HCl പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗാഢ സൾഫ്യൂരിക് ആസിഡും കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗാഢ സൾഫ്യൂരിക് ആസിഡും നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അതിനെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തീ കൊടുത്തിരിക്കുന്നുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഹീറ്റ് ചെയ്തു. മനസ്സിലല്ല? ഹീറ്റ് ചെയ്യുമ്പോൾ അതാ അവിടെ നോക്കി ഇവിടെ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, ഈ ഒരു കോണിക് ഫ്ലാസ്കിൽ വാട്ടർ ഇവിടെ ജലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോണിക് ഫ്ലാസ്കിൽ H2SO4 എന്നാണ് സൾഫ്യൂരിക് ആസിഡും വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് വിച്ചാത കെമിക്കൽ എന്തൊക്കെ വേണം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗാഢ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ്? ഇവിടെ ഇക്വേഷൻ കണ്ടോ, ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. KMnO4ഉം HCl റിയാക്ട് ചെയ്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? KCl എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലേ, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. KCl എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. KCl പൊട്ടാസ്യം ക്ലോറൈഡ്. പിന്നെ എന്താണ്? MnCl2 മാംഗനീസ് ക്ലോറൈഡ് കേട്ടോ. MnCl2 ഉണ്ടാകുന്നുണ്ട്. മാംഗനീസ് ക്ലോറൈഡ് ആണ് കേട്ടോ, മാംഗനീസ് ക്ലോറൈഡ്. പിന്നെ എന്താണ് ഇത്? ജലം H2O വാട്ടർ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ക്ലോറിൻ. പിന്നെന്താണ്? ക്ലോറിനോടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? KMnO4ഉം കോൺസെൻട്രേറ്റഡ് ഗാഢ HCl ആണ് എടുത്തിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ. ഇത് KCl ഓർത്തോണം കേട്ടോ. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. പൊട്ടാസ്യം ക്ലോറൈഡ്. പിന്നെ ഇതാണ് MnCl2 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മാംഗനീസ് ക്ലോറൈഡ് ആണ് കേട്ടോ. മാംഗനീസ് ക്ലോറൈഡ്. പിന്നെ വാട്ടറും ക്ലോറിനുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അപ്പം ക്ലോറിൻ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ നമ്മൾ പറഞ്ഞു. KMnO4ഉം കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഗാഢ HCl ആണ് ലഭിച്ച ഉൽപ്പന്നങ്ങളും നമ്മൾ എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ ചൂടാക്കിയപ്പോൾ അതെ ആദ്യത്തെ ഒരു കോണിക് ഫ്ലാസ്കിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ നോക്കിയേ ക്ലോറിൻ ഗ്യാസ് ഇവിടെ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം രണ്ടാമത്തെ എന്താണ് ഇവിടെ ഒരു H2SO4 സൾഫ്യൂരിക് ആസിഡ്, അതിലേക്കും ക്ലോറിൻ ഗ്യാസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് മൂന്നാമത്തെ ജാറിലേക്കും ക്ലോറിൻ ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിൽ കൂടെയും ഇത് കടത്തിവിടുന്നത്? ഈ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നത് എന്താണ്? അങ്ങനെ കടത്തിവിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ കളക്റ്റിംഗ് ജാറിൽ ഗ്യാസ് ശേഖരിക്കുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ ക്ലോറിൻ അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റും HCl നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ അവിടെ നിന്നാണ് അവിടെ ക്ലോറിൻ വാതകം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടത്തിൽ നിന്നാണ് കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് കേട്ടോ, ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് ഇവിടെ നമ്മൾ എന്താണ് ഈ ഇവിടെ ഉണ്ടാകുന്ന ക്ലോറിനോടൊപ്പം എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം ഉണ്ടാകുന്നുണ്ട്. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ എന്താണ് വേപ്പേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജലത്തിലൂടെ കടത്തി വിടുമ്പോൾ ആ വേപ്പേഴ്സ് എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഈ ജലത്തിൽ ലയിക്കും. മനസ്സിലാകുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്? ദെൻ പിന്നെ ജലത്തിൽ ലയിച്ചു. പിന്നെ എന്താണ്? അപ്പോൾ ജലത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും. ഈ ക്ലോറിൻ വാതകത്തിനുള്ള ജലത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അത് ഈ H2SO4 കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ജലത്തിൻ്റെ വേപ്പേഴ്സിന് ഇതെന്ത് ചെയ്യും? ഈ H2SO4 അബ്സോർവ് ചെയ്യും. മനസ്സിലായില്ലേ? H2SO4 ഈ ജലത്തിൻ്റെ വേപ്പേഴ്സ് അല്ലെങ്കിൽ ജലത്തിൻ്റെ വേപ്പേഴ്സ് ഇതിൽ ലയിക്കും. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോറിൻ വാതകമാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും പ്യുവറായിട്ടുള്ള ക്ലോറിൻ വാതകം കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് ഇതിൽ കൂടെയും കടത്തി വിടുന്നത്. വെള്ളത്തിലൂടെ കടത്തി വിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സിനെ റിമൂവ് ആവും. ജലം അബ്സോർവ് ചെയ്തിട്ട് ജലം റിമൂവ് ആക്കും. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സിനെ റിമൂവ് ആക്കും. പിന്നെ എന്തുണ്ട്? അതിൻ്റെ അടുത്ത് അപ്പോൾ ഈ ക്ലോറിൻ ഗ്യാസിൻ്റെ അടുത്ത് അപ്പോൾ ജലം കൊടുത്തിൻ്റെ ഒരു വേപ്പേഴ്സും കാണും. ആ ജലത്തിൻ്റെ വേപ്പേഴ്സ് ഈ H2SO4 കടത്തി വിടുമ്പോൾ ആ H2SO4 ആ ജലത്തിൻ്റെ വേപ്പേഴ്സിനെ റിമൂവ് ചെയ്യും. അപ്പോൾ പ്യുവറായിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, ദ ക്ലോറിൻ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഈസ് കളക്റ്റഡ് ഇൻ ദ ജാർ ആഫ്റ്റർ പാസിംഗ് ഇറ്റ് ഫസ്റ്റ് ത്രൂ വാട്ടർ ആൻഡ് ദെൻ ത്രൂ സൾഫ്യൂരിക് ആസിഡ്. വൈ ഈസ് ഇറ്റ് ഡൺ സോ? ലഭിച്ച ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിന് ശേഷമാണ് ജാറിൽ ശേഖരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ? ഇതാ നോക്കുക, എ സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ ഈസ് ഓൾസോ റിലീസ്ഡ് along with the chlorine gas. Hydrogen chloride vapors dissolved in water when passed through it. ഇതാണ് ക്ലോറിൻ വാതകത്തിനൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി പുറത്തേക്ക് വരുന്നു. ജലത്തിലൂടെ കടത്തി വിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം അതിൽ ലയിക്കുന്നു.
മനസ്സിലായല്ലോ. ഇനി സൾഫ്യൂരിക് ആസിഡ് ക്യാൻ അബ്സോർബ് ദ വാട്ടർ വേർബ്സ് ഇൻ ദ ക്ലോറിൻ ഗ്യാസ്, സോ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ക്ലോറിൻ വാതകത്തിനോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ നീക്കം ചെയ്യാനാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് ക്ലോറിൻ ഗ്യാസിനെ ജലത്തിലൂടെയും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിടുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറിൻ്റെ ഭൗതിക ഗുണങ്ങൾ. ക്ലോറിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലാണ്, ഒരു പച്ച കലർന്ന ഒരു മഞ്ഞ കളറാണ് ക്ലോറിനുള്ളത്. അതിന് രൂക്ഷഗന്ധമാണ്, പഞ്ചന്റ് സ്മെല്ലിംഗ് ആണ്, രൂക്ഷഗന്ധമാണ്. സാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസർ ദാൻ എയർ, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ദീസ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. മനസ്സിലായല്ലോ. ഇനി ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലോറിനാന്ന് പറഞ്ഞു. അപ്പം ഈ ബ്ലീച്ചിങ് പൗഡറിൽ എങ്ങനെയാണ് ക്ലോറിൻ പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം കേട്ടോ. ബ്ലീച്ചിങ് എങ്ങനെയാണ് ക്ലോറിൻ നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു 2 ജാർ എടുക്കുകയാണ് കേട്ടോ. 2 ജാർ എടുത്തു. അതിലേക്ക് എന്താണ് ക്ലോറിൻ്റെ വാതകം കേട്ടോ. ക്ലോറിൻ വാതകം നിറച്ച് 2 ജാർ എടുത്തു. മനസ്സിലായല്ലോ. 2 ജാർ എടുത്തു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നിറമുള്ള 2 തുണികൾ എടുത്തു കേട്ടോ. ഒരു സപ്പോസ് ഒരു പീസ് തുണി, നിറമുള്ള 2 തുണി കേട്ടോ. 2 തുണി ഞാൻ എടുത്തു കേട്ടോ. ക്ലോറിൻ വാതകം ഇതിനകത്ത് ഫുള്ളുണ്ട്. നിറമുള്ള ഒരു നീല കളറിലുള്ള 2 പീസ് തുണി നമ്മളെടുത്തു. ഇനി ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് വെറ്റാണ്, ഇത് നനച്ച തുണിയാണ്, നനവുള്ള തുണിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഒരു തുണി നനഞ്ഞിരിക്കുന്ന തുണിയാണ്, മറ്റേത് ഡ്രൈ ആയിട്ടുള്ള തുണിയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും 2 ജാറിലേക്ക് ഇട്ടു. ഓരോ ജാറിലേക്കും ഇത് ഇട്ടു. ഈർപ്പമില്ലാത്ത തുണി, അതായത് ഡ്രൈ ആയിട്ടുള്ള തുണി ഒരു ജാറിലും വെറ്റ് നനഞ്ഞ തുണി മറ്റേ ജാറിലും ഇട്ടു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? 2 ജാറിലേക്ക് ഇട്ട തുണിയുടെ നിറത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് നനഞ്ഞ ഇതുകൊണ്ടോ നനഞ്ഞിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അവിടെ അതിനെന്താണ് കളർ ചേഞ്ച് ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ കളർ മാറിയിരിക്കുന്നു കാണാൻ സാധിക്കും. അതായത് ചേഞ്ച് ഇൻ കളർ എന്ന് പറയും. ഇവിടെ ആ തുണിയുടെ കളറിന് എന്താണ് ചേഞ്ച് ഉണ്ടായി, കളറിനവിടെ ചേഞ്ച് ഉണ്ടായെന്ന് പറയാം. അത് ഇവിടെ അതേസമയം ഡ്രൈ ആയിട്ടിരിക്കുന്നത് നനവില്ലാത്ത തുണി ഉണ്ടല്ലോ, അതിനവിടെ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോ ചേഞ്ച്. മനസ്സിലായല്ലോ. 2 ജാറിലെ തുണിയുള്ള നിറത്തിന് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? വെറ്റായിട്ടുള്ളത് ഇല്ല, നനഞ്ഞതിന് എന്ത് സംഭവിച്ചു? വെറ്റായിട്ടുള്ളതിന് കളർ ചേഞ്ച് ഉണ്ടായി അല്ലേ. വെറ്റായിട്ടുള്ളതിന് നനഞ്ഞതിന് എന്താണ് കളർ ചേഞ്ച്? നനഞ്ഞതിന് കളർ ചേഞ്ച് ഉണ്ട്. വെറ്റെന്ന് വെച്ചാൽ നനഞ്ഞത് കേട്ടോ. നനഞ്ഞതിന് എന്താണ് കളർ ചേഞ്ച് ഉണ്ടായി കേട്ടോ. അതേസമയം ഡ്രൈ ആയിട്ടിരുന്നതിന് ഡ്രൈ ആയിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഉണങ്ങിയിരുന്നതിന് എന്താണ് നോ ചേഞ്ച്. ഉണങ്ങിയിരുന്ന ആ തുണിക്ക് എന്താണ് അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നത്? ഇവിടെ നോക്കുക, നനഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് വെള്ളമാണല്ലോ. അപ്പം ജലം എന്താണ്? ജലം ഇവിടെ ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ജലം അവിടെ ക്ലോറിനുമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ക്ലോറിനാണ്, ജലം നനച്ചല്ല. അപ്പം ജലം ക്ലോറിനുമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡും HCl അതുപോലെ തന്നെ ഹൈപ്പോക്ലോറസ് ആസിഡും, അതായത് HOCl എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്ലോറസ് ആസിഡുമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. പക്ഷേ ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് ഹൈപ്പോക്ലോറസ് ആസിഡ് കേട്ടോ. പക്ഷേ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അതിന് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിയല്ല. അത് എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതവിടെ വിഘടിക്കും, ഡികമ്പോസ് ചെയ്യും. ഡികമ്പോസ് ചെയ്തിട്ട് HCl ഡികമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ നേസെൻറ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേസെൻറ്റ് ഓക്സിജൻ എന്ന് പറയും കേട്ടോ. നേസെൻറ്റ് ഓക്സിജൻ അല്ലെങ്കിൽ നവജാത ഓക്സിജൻ എന്നൊക്കെ പറയും കേട്ടോ. നേസെൻറ്റ് ഓക്സിജൻ അല്ലെങ്കിൽ നവജാത ഓക്സിജനും അവിടെ ഉണ്ടാവുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ നവജാത ഓക്സിജൻ അല്ലെങ്കിൽ ഈ നേസെൻറ്റ് ഓക്സിജൻ ഒരു എന്താണ് ഓക്സീകാരിയായിട്ട് പ്രവർത്തിച്ച് ഇതിലെ നിറം അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പോൾ നനഞ്ഞ തുണി ഇവിടെ ഇട്ടൂല്ലേ. നനഞ്ഞ തുണി ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ജലം ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച് എന്താണ് ഉണ്ടാകുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയും കേട്ടോ. ഹൈപ്പോക്ലോറസ് ആസിഡ് കേട്ടോ. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നു. ഈ ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്റ്റെബിലിറ്റി ഇല്ല, സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് ഡീകമ്പോസ് ചെയ്യും, വിഘടിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ നേസെൻറ്റ് ഓക്സിജൻ, നവജാത ഓക്സിജൻ എന്നൊക്കെ പറയും, അത് ആവും.
ഈ നേസൻ്റ് ഓക്സിജൻ എന്താണ്, ഒരു ഓക്സികാരിയായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് ഇതിലെ കളർ അവിടെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കാനുണ്ട്, നോക്കുക കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ റിയാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കുക. വാട്ടർ റിയാക്ട്സ് വിത്ത് എ ക്ലോറിൻ ടു ഫോം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. Hypochlorous acid is unstable, so it decomposed to form hydrochloric acid and nascent oxygen. Nascent oxygen acts as a powerful oxidizing agent to decolorize the colored substance. മനസ്സിലായല്ലോ. ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവായതിനാൽ അത് വിഘടിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാകുന്നു. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സികാരിയായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നനഞ്ഞ വസ്തുക്കളെ ക്ലോറിൻ ഗ്യാസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ കളർ അവിടെ പോവും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ മെയിൻ കണ്ടന്റ് നമ്മൾ പറഞ്ഞു ക്ലോറിനാന്ന് പറഞ്ഞു. ആ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ നമ്മൾ പറഞ്ഞു ഇല്ല, എങ്ങനെയാണ് ജലം ശുദ്ധീകരിക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കാം കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് കേട്ടോ, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. അപ്പോൾ അതാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ്, ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കഡ് ലൈം, കുമ്മായപ്പൊടിയിലൂടെ കടത്തിവിടും. ഡ്രൈ ആയിട്ടിരിക്കുന്ന കുമ്മായപ്പൊടിയിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ട് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നു. ശേഷം കണ്ടല്ലോ, CaOH2 ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടു. CaOCl2 അതാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാൽസ്യം ക്ലോറൈഡും വാട്ടറും ഉണ്ടാകും. പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ പഠിക്കുക കേട്ടോ. ഇനി ഈ ക്ലോറിൻ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ല, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക്കും പെസ്റ്റിസൈഡ്സും ഒക്കെ, അതായത് കീടനാശിനികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആസ് എ ഡിസിൻഫെക്റ്റ് അണുനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്യൂരിഫയിങ് വാട്ടർ പ്യൂരിഫയർ ആയിട്ട് അല്ലെങ്കിൽ പ്യൂരിഫയിങ് വാട്ടർ എന്നൊക്കെ പറയാം കേട്ടോ. ജലശുദ്ധീകരണത്തിനായിട്ട് പ്യൂരിഫൈ വാട്ടർ കേട്ടോ, ജലശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്ലോറിൻ. ജലശുദ്ധീകരണം മനസ്സിലായല്ലോ. അപ്പോൾ ക്ലോറിൻ്റെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. യൂസസ് ഓഫ് ക്ലോറിൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ക്ലോറൈഡിൻ്റെ ലവണങ്ങൾ, നമ്മൾ കാർബണേറ്റ് ലവണങ്ങൾ കണ്ടല്ലോ. കാർബണേറ്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടോ, അതുപോലെ തന്നെ ക്ലോറൈഡിൻ്റെ ലവണങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതും പഠിക്കണം കേട്ടോ. ക്ലോറൈഡിൻ്റെ ലവണങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതാ നോക്കുക. അതൊരു എക്സ്പെരിമെൻ്റ് ആണ്, നോക്കുക കേട്ടോ. ടേക്ക് 2 ml സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ടെസ്റ്റ് ട്യൂബ്, ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുക. അതിലേക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ കേട്ടോ, സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ നമ്മളെടുത്തു. അതിലേക്ക് എന്താണ് ആഡ് 2 or more അല്ലെങ്കിൽ 2 or 3 ഡ്രോപ്സ് ഓഫ് സിൽവർ നൈട്രേറ്റ്, AgNO3 സിൽവർ നൈട്രേറ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. മനസ്സിലായല്ലോ. അങ്ങനെ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടാവും. ക്ലിയർ ആയാലും പറഞ്ഞത്. അപ്പം ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടായി, പക്ഷേ ക്ലോറിനാണ് നമുക്ക് കൺഫേം ഇല്ല. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ എന്തും ആഡ് ചെയ്യുന്നുണ്ട്, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ആഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടായ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ് അവിടെ ലയിക്കും, അമോണിയം ഹൈഡ്രോക്സൈഡിൽ ലയിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഉണ്ടായതാണ് ക്ലോറൈഡ് ലവണങ്ങളാണ്. ക്ലിയർ ആയാലോ, പറഞ്ഞ് മനസ്സിലായോ? നമ്മളൊരു എന്താണ് സൊല്യൂഷൻ എടുത്തു, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പം NaCl നമ്മൾ അതിൽ ക്ലോറിൻ ഉണ്ടോയെന്ന് അറിയാമല്ലോ. ഒരു സൊല്യൂഷൻ നമ്മളെടുത്തു, അതെന്താണ് അത് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തു. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു, AgNO3 ആഡ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടായി. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു, അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് സോലുബിൾ ആകുന്നുണ്ട്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ആവുന്നുണ്ടെങ്കിൽ, അത് ലയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ക്ലോറൈഡ് ലവണങ്ങളുണ്ട്.
ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 ml സോഡിയം ക്ലോറൈഡ് ലായനി എടുക്കുക, അതിലേക്ക് 2-3 സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കേട്ടോ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ വെളുത്ത അവശിപ്തം ഉണ്ടാവും. ലഭിക്കുന്ന വെളുത്ത അവശിപ്തത്തിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ്, സിൽവർ ക്ലോറൈഡ് ആണോ ഉണ്ടാകുന്നത് കേട്ടോ, സിൽവർ ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത് വെളുത്ത അവശിപ്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് എന്താണ് അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? അത് സോല്യൂബിൾ ആവുന്നുണ്ട്, ലയിക്കുന്നുണ്ട് അവശിപ്തം. അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഉണ്ടായത് ഏതാണ്? ക്ലോറൈഡ് ലവണങ്ങളാണ്. നമ്മൾ കാർബണേറ്റ് ലവണങ്ങൾ കണ്ടുപിടിച്ചില്ല, അതുപോലെ തന്നെ മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലോറൈഡ് ലവണങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ക്ലോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ക്ലോറിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ് ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും ക്ലോറിൻ കടത്തി വിടുന്നതെന്ന് മനസ്സിലായി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കാരണം ചോദിക്കുന്നതാണ് കേട്ടോ. ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെ എന്തിനാണ് ക്ലോറിൻ വാതകം കടത്തി വിടുന്നത്, അല്ലെങ്കിൽ ക്ലോറിൻ്റെ ലബോറട്ടറിയിലെ നിർമ്മാണമൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ക്ലോറിൻ്റെ ഭൗതിക ഗുണങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക കേട്ടോ. പിന്നെ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം കേട്ടോ. ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? നേസെൻ്റ് കേട്ടോ, നേസെൻ്റ് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. നേസെൻ്റ് ഓക്സിജൻ ഒരു ഓക്സികാരിയായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് ഡീകളറൈസ് ആയിട്ട് മാറുന്നത്. ല്ലോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണം കേട്ടോ. അത് ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കർ ലൈം, കുമ്മായപ്പൊടിയിലൂടെ ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ വാതകം കടത്തി വിട്ടാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ക്ലോറിൻ്റെ ലവണങ്ങൾ, അതായത് ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ എല്ലാവരും. അതായത് നമുക്ക് കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. Some questions are given below. Find suitable answers from the box given. Write them down. ചുവടെ ചില ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു, അവയ്ക്ക് യോജിച്ച ബോക്സിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Which gas is obtained when potassium permanganate is heated? നമ്മൾ കണ്ടു അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഗ്യാസ് ആണ് കിട്ടുന്നത്? ഓക്സിജൻ അല്ലേ, ഓക്സിജൻ ആണ് നമുക്ക് കിട്ടുന്നത്, ഓക്സിജൻ. What is a product formed when nitrogen combines with oxygen at high temperature? ഉയർന്ന താപനിലയിൽ നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഉയർന്ന ഹൈ ടെമ്പറേച്ചറിലെ നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിച്ചു കേട്ടോ. നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിച്ചിട്ട് അവിടെ എന്താണ് ഉണ്ടാകുന്നത്? നൈട്രിക് ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. നൈട്രിക് ഓക്സൈഡ്, അതായത് 2NO, നൈട്രിക് ഓക്സൈഡ്. മനസ്സിലായല്ലോ? നൈട്രിക് ഓക്സൈഡ് ആണ് കേട്ടോ. നൈട്രിക് ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി then which reactant is used along with the hydrogen for the manufacture of ammonia? അമോണിയയുടെ വ്യവസായ നിർമ്മാണത്തിൽ ഹൈഡ്രജനോടൊപ്പം ഉപയോഗിക്കുന്ന അഭികാരം ആക്കുന്നുണ്ടോ? അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയതാണ് നൈട്രജൻ ആണ് കേട്ടോ. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താണ് അഭികാരം, നൈട്രജനാണ്. അമോണിയയുടെ വ്യവസായ നിർമ്മാണത്തിൽ ഹൈഡ്രജനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള നോൺ മെറ്റൽസ്, അലോഹങ്ങൾ ഇല്ലേ. അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു ഇല്ലേ. ഏതൊക്കെ നോൺ മെറ്റൽസ് ആണ് പഠിച്ചത്? ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു. പിന്നെന്താണ് കാർബൺ ഇല്ലേ, കാർബണെ കുറിച്ച് പഠിച്ചു. പിന്നെന്താണ് നൈട്രജൻ ഇല്ലേ, നൈട്രജൻ കണ്ടു. പിന്നെ ഓക്സിജൻ ഇല്ലേ, ഓക്സിജനെ കുറിച്ച് കണ്ടു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ക്ലോറിൻ ഇല്ലേ. അപ്പം 5 നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പോയിന്റുകളെല്ലാം പോയിന്റ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയിന്റുകളാക്കി തന്നെ പഠിക്കുക കേട്ടോ. നോട്ടുകളൊക്കെ തയ്യാറാക്കി പോയിന്റുകളാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്, നോൺ മെറ്റൽസ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അറിയാവുന്നവർക്കൊക്കെ ആൻസറുകളൊക്കെ പറയാം. ഞാൻ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിൻ്റെ ആൻസറുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കൂടുതലായിട്ടും ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലേറ്റസ്റ്റ് സക്സസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് ചെയ്യാൻ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്